ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഏപ്രിൽ 24, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കെല്ലാവർക്കും അറിയാം ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം. എന്നും നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഒന്ന്, ഡോക്ടർ എ ജയതിലക് കേരളത്തിൻ്റെ അടുത്ത ചീഫ് സെക്രട്ടറി. ടി റാബിശങ്കറിനെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി വീണ്ടും നിയമിച്ചു. പെറുവിൽ നടന്നിട്ടുള്ള ISSF വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനം. എത്ര മെഡൽസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്? ഏപ്രിൽ 24 ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഇന്ന് പഞ്ചായത്ത് രാജ് ഡേ ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഡോക്ടർ എ ജയതിലക് ടു ബി ദ നെക്സ്റ്റ് ചീഫ് സെക്രട്ടറി ഓഫ് കേരള. ഡോക്ടർ എ ജയതിലക് കേരളത്തിൻ്റെ അടുത്ത ചീഫ് സെക്രട്ടറി ആകും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ആരെയാണ് നിയമിച്ചത്? എ ജയതിലക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിലെ കേരള എഡിഷനിൽ ഉള്ള വാർത്തയാണ്. അതായത് ഡോക്ടർ എ ജയതിലക് അദ്ദേഹത്തെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ച കാര്യം. 2025 ഏപ്രിൽ 30 വിരമിക്കുന്ന കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയുടെ പേര് ശാരദാ മുരളീധരൻ. വരുന്ന 30-ാം തീയതി കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ വിരമിക്കുകയാണ്. ആ ഒരു സ്ഥാനത്തേക്കാണ് ഡോക്ടർ എ ജയതിലക് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ 50-ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലക്. കേരളത്തിൻ്റെ വരാൻ പോകുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് കേരളത്തിൻ്റെ 50-ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. 49-ാമത്തെ ഇപ്പോൾ നിലവിലുള്ള ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ. വരുന്ന ഏപ്രിൽ 30 വിരമിക്കുകയാണ്. ആ ഒരു സ്ഥാനത്താണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനം ഏറ്റെടുക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഗവൺമെന്റ് റീ അപ്പോയിന്റ്സ് ടി റാബിശങ്കർ ആസ് RBI ഡെപ്യൂട്ടി ഗവർണർ. ടി റാബിശങ്കറിനെ RBI ഡെപ്യൂട്ടി ഗവർണറായി സർക്കാർ വീണ്ടും നിയമിച്ചു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 3 മുതൽ ഒരു വർഷത്തേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി ആരെയാണ് വീണ്ടും നിയമിച്ചത്? ഡോക്ടർ റാബിശങ്കർ. RBI അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണുള്ളത്. ഈ റാബിശങ്കറിനെയാണ് ഇപ്പോൾ വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് റീ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ് സ്വാമിനാഥൻ ജെ, M രാജേശ്വർ റാവു, മൈക്കൽ പാട്ര, ടി റാബിശങ്കർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറെ ആരാണ് നിയമിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് RBIയുടെ ഗവർണർ, ഒപ്പം തന്നെ ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ നിയമിക്കുന്നത്. RBIയിൽ 14 വർഷത്തിനിടെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണറായി ആരെയാണ് നിയമിച്ചത്? പൂനം ഗുപ്ത. 14 ഇയേഴ്സിൽ വരുന്ന ഒരു വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത. ഇപ്പോൾ നിലവിലുള്ള ഗവർണർ മൈക്കൽ പാട്ര, അദ്ദേഹത്തിന് പകരമായിട്ടായിരിക്കും പൂനം ഗുപ്ത ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. അതായത് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBIക്ക് ഒരു ഗവർണർ, ഒപ്പം തന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആണ്. ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഓൺ പഞ്ചായത്ത് രാജ് ഡേ പ്രൈം മിനിസ്റ്റർ മോദി ടു അഡ്രസ് ഫ്രം എ വില്ലേജ് ഇൻ പോൾബോൺ ബീഹാർ. പഞ്ചായത്ത് രാജ് ദിനത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പ്രധാനമന്ത്രി മോദി അഭിസംബോധന ചെയ്യും. എന്താണ് പഞ്ചായത്ത് രാജ് ഡേ? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 24. ഇന്ന് ഏപ്രിൽ 24. ഇന്ന് ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ്. എല്ലാ വർഷവും ഏപ്രിൽ 24-ാം തീയതിയാണ് ദേശീയ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 2025 ഏപ്രിൽ 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്? ലോന ഉത്തർ ഗ്രാം പഞ്ചായത്ത്, ബീഹാറിലെ ഒരു ഗ്രാമപഞ്ചായത്ത് ആണ് ലോന ഉത്തർ ഗ്രാം പഞ്ചായത്ത്. ഇവിടെ നിന്നാണ് ഇന്ന്, അതായത് ഏപ്രിൽ 24-ാം തീയതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. ഏത് വർഷം മുതലാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ആഘോഷിക്കുന്നത്? ഏപ്രിൽ 24, 2010. അതായത് ഇപ്പോൾ ഏതാണ്ട് പറയുമ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് രാജിൻ്റെ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ് പഞ്ചായത്ത് രാജ് ദിനം ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് 2010 ഏപ്രിൽ 24-ാം തീയതി മുതൽ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു.
ഇന്ന് 24 ഏപ്രിൽ ആണ് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആഘോഷിക്കുന്നു. ബീഹാറിലെ ലോന ഉത്തർഗ്രാം പഞ്ചായത്തിൽ നിന്നാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, യുനെസ്കോ ഡെസിഗ്നേറ്റഡ് 16 ന്യൂ ഗ്ലോബൽ ജിയോ പാർക്ക്. യുനെസ്കോ 16 പുതിയ ഗ്ലോബൽ ജിയോ പാർക്കുകളെ നാമനിർദ്ദേശം ചെയ്തു. ഇത് യുനെസ്കോയെ ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ലെവലിലെ ഒരു വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കുകളുടെ 10ാം വാർഷികത്തിൽ എത്ര പുതിയ സൈറ്റുകൾ ചേർത്തു? 11 രാജ്യങ്ങളിലായി 16 പുതിയ സൈറ്റുകൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, അതായത് യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്ക്. ഇതിൽ 16 പുതിയ സൈറ്റ് ആണ് ചേർത്തിട്ടുള്ളത്. അത് 11 രാജ്യങ്ങളിൽ നിന്നാണ്. ഗ്ലോബൽ ജിയോ പാർക്ക് എന്ന് പറയുമ്പോൾ അത് നേച്ചർ ആയിട്ട്, പ്രകൃതിയുമായി വളരെ അടുത്തിരിക്കുന്ന ചില സ്ഥലങ്ങൾ, എഡ്യൂക്കേഷനും സയന്റിഫിക്കായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ ഉള്ള ചില ഏരിയസിനാണ് ജിയോ പാർക്ക് ആയിട്ട് കണക്കൂട്ടുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 11 രാജ്യങ്ങളിലെ 16 പുതിയ സൈറ്റുകൾ യുനെസ്കോയുടെ ഗ്ലോബൽ ജിയോ പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ജിയോ പാർക്ക് നെറ്റ്വർക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഏത് സംഘടനയുടെ കീഴിലാണ് വരുന്നത്? യുനെസ്കോന്റെ ഒരു ഭാഗമാണ് ഗ്ലോബൽ ജിയോ പാർക്ക് നെറ്റ്വർക്ക്. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ സൈറ്റുകളെ യുനെസ്കോയുടെ ഭാഗമായിട്ടുള്ള ഗ്ലോബൽ ജിയോ പാർക്കിൽ ചേർത്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള എത്ര യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കുകൾ ഉണ്ട്? സൈറ്റുകളില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഇത് കണക്കനുസരിച്ച് ഒരൊറ്റ സൈറ്റും യുനെസ്കോവിന്റെ ജിയോ പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യ അതിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ ജിയോ പാർക്കിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കുകളിൽ എത്ര ജിയോ പാർക്കുകളുണ്ട്? 50 രാജ്യങ്ങളിൽ നിന്നുള്ള 229 യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കുകൾ. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ഇപ്പോൾ യുനെസ്കോയ്ക്ക് 229 ഗ്ലോബൽ ജിയോ പാർക്ക് ആണുള്ളത്. അതായത് 50 രാജ്യങ്ങളിൽ നിന്നുള്ള ജിയോ പാർക്ക് ആണ്. ആഗോളതലത്തിൽ തന്നെ പറയുമ്പോൾ ചില പ്രത്യേക പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളെയാണ് ജിയോ പാർക്കിന്റെ ഭാഗമായിട്ട് ഈ ഒരു നെറ്റ്വർക്കിൽ ഭാഗമാക്കുന്നത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ ഫിനിഷ്ഡ് ദി ISSF വേൾഡ് കപ്പ് പെറു ലെഗ് ഇൻ 3rd place with 7 മെഡൽസ്. ISSF ലോകകപ്പ് പെറു ലെഗ് ഇന്ത്യ 7 മെഡലുകളുമായി 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ISSF നമുക്കറിയാം എന്താണെന്ന്. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ. പെറുവിൽ നടന്നിട്ടുള്ള ISSF വേൾഡ് കപ്പ് പെറുവിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 21 സമാപിച്ച ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 3ാം റാങ്ക്, 7 മെഡൽ. ഇന്ത്യക്ക് 7 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ 3rd റാങ്ക് ആണ് ഈ ഒരു മത്സരത്തിൽ. പെറുവിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ രാജ്യം ഏത്? ചൈന. ചൈനയാണ് 13 മെഡൽസ് നേടിക്കൊണ്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ. 2ാം സ്ഥാനത്ത് USA ആണ്. 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ്, 7 മെഡൽസ്. 2025 ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 10 വരെ നടന്ന ISSF ബ്യൂണസ് അയേഴ്സ് അർജന്റീനയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 2ാം റാങ്ക്. ഓരോ പ്രദേശങ്ങളിലെ ISSFന്റെ ലോകകപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ളത് പെറുവിലാണ് ഇന്ത്യക്ക് 3ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 10 വരെ നടന്നിട്ടുള്ള അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെയും ചൈനയായിരുന്നു ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ളത്, 1ാം സ്ഥാനത്ത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിംഗ്. ഓസ്കാർ പിയാസ്ട്രി വിൻസ് 2025 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ. ഓസ്കാർ പിയാസ്ട്രി 2025 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ നേടി. ഫോർമുല 1 കാർ റേസ് ആയി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ നേടിയത് ആരാണ്? ഓസ്കാർ പിയാസ്ട്രി. പൊതുവെ ഫോർമുല 1 കാർ റേസിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തികളാണ് മാക്സ് വെസ്റ്റാപ്പൻ, ലൂയിസ് ഹാമിൽട്ടൺ, ചാൾസ് ലെക്രേ എന്നിവരെല്ലാം. എന്നാൽ ഈ പ്രാവശ്യത്തെ സൗദി ഗ്രാൻഡ് പ്രീയിൽ ഓസ്കാർ പിയാസ്ട്രി ആണ് ആ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ ജേതാവായ ഓസ്കാർ പിയാസ്ട്രി ഏത് രാജ്യക്കാരനാണ്? ഓസ്ട്രേലിയ, മെക്ലാരൻ ഡ്രൈവർ. ഓസ്ട്രേലിയൻ സ്വദേശിയാണ് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീ വിജയിച്ചിട്ടുള്ള ഓസ്കാർ പിയാസ്ട്രി. ഇദ്ദേഹം മെക്ലാരൻ ഡ്രൈവർ ആണ്. അതുപോലെ മാക്സ് വെസ്റ്റാപ്പൻ ആണെങ്കിൽ റെഡ് ബുൾസ്
ലൂയിസ് ഹാമിൽട്ടൺ ആണെങ്കിൽ ഫെറാറി എന്നീ ഓരോ സ്പോർട്സ് ക്ലബ്ബായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവേഴ്സ് ആണ്, ഫോർമുല 1 ഡ്രൈവേഴ്സ് ആണ് ഇവരെല്ലാം. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. കറണ്ട് അഫേഴ്സ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിലും. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.